പ്രിയപ്പെട്ട മോഹൻലാൽ 25 വയസ്സ് എന്ന് പറയുന്ന മെഗാ ഇവൻറ്റ്. അത് കേരളം കണ്ട ആദ്യത്തെ മെഗാ ഇവൻ്റാണ്. അത് അതിൻ്റെ ഷോ ഡയറക്ടർ ടി കെ രാജീവ് കുമാറായിരുന്നു. അന്നത്തെ താരങ്ങൾക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയ, ടെലിവിഷനിൽ ഒത്തിരി പേര്, മുകേഷ്, ജഗദീഷ്, പിന്നെ സുരേഷ് ഗോപിയൊക്കെ ടെലിവിഷനിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നത്തിൻ്റെ പുറത്ത് ടെലിവിഷനും ചാനലുകളും അമ്മയും തമ്മിൽ അടയുകയും താരങ്ങൾക്ക് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാൻ വിലക്ക്, നിശകളിൽ പങ്കെടുക്കാൻ വിലക്ക് ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഷോ ഒന്ന് നടത്തിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു. അത് നടത്തിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയപ്പോൾ ആ സിനിമ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ എന്നുള്ള രീതിയിലാണ് എന്നെ ഒരു പ്രത്യേക ദൗത്യമായി അതിനകത്ത് ഏൽപ്പിച്ചത്. വെബ് ലോകത്തിലിരുന്നതിന് ശേഷം ഞാൻ പോകുന്നത്, സത്യം പറഞ്ഞാൽ, രാഷ്ട്രദീപികയിലേക്കാണ് പോകുന്നത്. രാഷ്ട്രദീപികയിലേക്ക് ഞാൻ പോകുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ സഹപാഠിയുമായിരുന്ന ബോബി നായർ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ. ഇന്ന് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തില്ല. അദ്ദേഹം എന്നേക്കാൾ വളരെ പ്രായത്തിൽ കുറച്ച് മുതിർന്ന ആളാണ്. പക്ഷേ എന്നോടൊപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ട് വന്നിട്ട് എന്നോടൊപ്പം BSc പഠിച്ച ഒരു സഹപാഠിയാണ്. അദ്ദേഹമായിരുന്നു NDTVയുടെ അന്നത്തെ കേരള ബ്യൂറോ ചീഫ്. ഒരുപക്ഷെ നമ്മുടെ ഇന്ന് കാണുന്ന ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന ടെലിവിഷൻ മാധ്യമപ്രവർത്തകരെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ ബോബിയോടാണ്. കാരണം ബോബി ആയിരുന്നു അന്നത്തെ തിരുവനന്തപുരത്തെ കേരളത്തിലെ ടെലിവിഷൻ മാധ്യമപ്രവർത്തകരുടെ ഒരു കിരീടം വയ്ക്കാത്ത രാജാവ്. ഒരു ടീമുണ്ടാക്കി എല്ലാ ചാനലുകളെയും നയിച്ചിരുന്നത് ബോബിയാണ്. അപ്പോൾ ബോബി NDTV വിട്ടിട്ട് രാഷ്ട്രദീപികയുടെ ചീഫ് എഡിറ്റർ ആവുന്നു. അപ്പോൾ ബോബിയുടെ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ രാഷ്ട്രദീപികയിൽ ചെല്ലുന്നു. അപ്പോൾ രാഷ്ട്രദീപികയിൽ എന്നെ ബോബി കൊണ്ടുപോയത്, അവിടെ എന്തോ ഞാൻ ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്, അവിടെ എന്തൊക്കെയോ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്കവിടെ കിട്ടിയൊരു സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ പത്രത്തിൻ്റെ പുനർരൂപകൽപ്പന എന്നുള്ള റീഡിസൈനിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വരയ്ക്കാനറിയാം, സ്വന്തമായിട്ട് കുറച്ച് വരയ്ക്കുമായിരുന്നു. പണ്ട് ഞാൻ പറഞ്ഞ പോലെ കൈയെഴുത്ത് മാസിക ചെയ്യുമായിരുന്നു. പിന്നെ മനോരമയിലായിരുന്നാലും ഞാൻ സ്വന്തമായിട്ട് കുറച്ച് ഡിസൈൻ, ഇപ്പം ഫോട്ടോഷോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ പേജ് മേക്കറിലാണെങ്കിലും ഒക്കെ ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. കണ്ടുപിടിച്ചതാണ്, അല്ലാതെ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു പരിചയം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ദീപികയും രാഷ്ട്രദീപികയും റീഡിസൈൻ ചെയ്തു എന്ന് മാത്രമല്ല, ഒരു 10 വർഷത്തോളം ദീപിക പിന്നീടുള്ള 10 വർഷത്തോളം ഉപയോഗിച്ചിരുന്നത് ഞാൻ രൂപകൽപ്പന ചെയ്ത ഡിസൈനാണ്. എന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് ദീപിക ഇൻഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കൂടി അവർ നടത്തിയിരുന്നു. അതിൻ്റെ ആദ്യത്തെ മെഗാ ഇവൻ്റായിരുന്നു കേരളം ഒരുപക്ഷെ കണ്ട ആദ്യത്തെ മെഗാ ഇവൻറ്റ്. ആദ്യത്തെ തുറന്ന സ്റ്റേഡിയത്തിലുള്ള ആദ്യത്തെ മെഗാ ഇവൻറ്റ്. അത് പ്രിയപ്പെട്ട മോഹൻലാൽ 25 വയസ്സ് എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് എറണാകുളത്ത് രാജീവ് ഗാന്ധി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഇവൻറ്റ്. ആ ഈവൻറ്റ് അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു. കാരണം ഞാൻ ഈ രാഷ്ട്രദീപികയിലിരുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രദീപിക ഡിസൈൻ ചെയ്ത് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ബോബി അവിടുന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അവസ്ഥ വളരെ പരിങ്ങലിലായി. കാരണം എന്നെ പിന്നെ ആരും ഏറ്റെടുക്കാൻ ആരുമില്ല, എനിക്ക് ചെയ്യാൻ ജോലിയുമില്ല. ഇത് റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമായി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ ടെലിവിഷൻ ചാനൽ ഇന്ത്യ വിഷൻ വരുന്നത്. ഞാൻ മനോരമയിൽ ഇരുന്ന കാലത്ത് തന്നെ നേരത്തെ എൻ്റെ അമ്മയുടെ ആരോഗ്യ പ്രശ്നം കാരണം തിരുവനന്തപുരത്തേക്കൊരു അവസരം തേടിയിരുന്ന കാലത്ത് തന്നെ ഡോക്ടർ MK മുനീറിനെ, ഇപ്പോൾ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു, അദ്ദേഹം എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്, ഒരു അമ്മയുടെ സഹോദരിയുടെ മകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മുനീർ. ആ പരിചയം വെച്ചുകൊണ്ട് ഇന്ത്യ വിഷൻ്റെയൊക്കെ ആദ്യ കാലത്ത് തന്നെ, ഇന്ത്യ വിഷൻ രൂപവൽക്കരിക്കുന്ന ചർച്ച നടക്കുന്ന കാലത്ത് തന്നെ ഞാൻ
അതിനകത്തൊരു അവസരം തേടുകയും എനിക്കൊരു അവസരം തരാമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഇന്ത്യ വിഷൻ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു അവസരം വന്നപ്പോൾ വാസ്തവത്തിൽ അന്ന് മാതൃഭൂമിയിൽ നിന്ന് എം ടി വാസുദേവൻ നായരുടെ ഒരു പ്രതിനിധിയായിട്ട്, ഒരു പ്രതിപുരുഷനായിട്ട് എം ടി ക്ഷണിച്ചുകൊണ്ട് ചിത്രഭൂമിയുടെ എഡിറ്ററായിരുന്ന മരിച്ചുപോയ സഹദേവൻ, സഹദേവൻ, അദ്ദേഹം പിന്നീട് മനോരമയുടെ മാസ്കോം എന്ന് പറയുന്ന പരിശീലന കേന്ദ്രത്തിൻ്റെ അധ്യാപകനായിരുന്നു. അത് കോവിഡ് സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരുന്നു, ഒരു ലേഖകനായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ചിത്രഭൂമിയിലൊക്കെ വെബ് ലോകത്തിലിരുന്ന സമയത്ത് ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്ന ലേഖനം ചിത്രഭൂമിയിലിരുന്നപ്പോൾ എഴുതുന്നതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷണപ്രകാരം ഇന്ത്യ വിഷനിൽ പ്രോഗ്രാംസിൻ്റെ 2 സീനിയർ പ്രൊഡ്യൂസേഴ്സ്മാർ, ചീഫ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഷൈനി ജേക്കബ് ബെഞ്ചമിൻ എന്ന് പറയുന്ന ആൾ, പിന്നെ ഞാൻ. അങ്ങനെ ഈ 2 പേരും സഹദേവൻ സാറിന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്ത്യ വിഷനിൽ ജോയിൻ ചെയ്യുന്നു. പക്ഷേ ഞാൻ ഇന്ത്യ വിഷനിൽ വന്നിട്ട് 16ാമത്തെ ദിവസം എന്നെ ദീപികക്കാർ തിരിച്ചു വിളിക്കുന്നു. ദീപികയുടെ MD എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഒരു കാരണവശാലും വിടാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു വന്നേ പറ്റൂ, ഞങ്ങൾ രാജി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ രാജി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ പിരിഞ്ഞ് ഇന്ത്യ വിഷനിൽ ജോയിൻ ചെയ്തതാണ്. ഇന്ത്യ വിഷനിൽ ട്രെയിനിങ് കഴിഞ്ഞു. ഞാൻ ഇന്ത്യ വിഷനിൽ ഷൂട്ടിംഗ് തുടങ്ങി. ഇന്ത്യ വിഷനിൽ കൂടെ എന്നുള്ള ഒപ്പം നടന്ന് കൂടെ എന്നൊക്കെ പറയുന്ന മേശവിളക്ക് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസിൻ്റെ പൈലറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം രാത്രിയാണ്, ഓഫീസുകൾ വളരെ അടുത്താണ്, പാടിവട്ടത്തും പാലാരിവട്ടത്തുമാണ്. അപ്പോൾ എന്നെ കാണണം എന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വന്നേ പറ്റൂ, നിങ്ങളുടെ കണ്ടീഷൻസ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വെച്ച കണ്ടീഷൻസ് കുറച്ച് കടന്ന കൈയാണ്. എനിക്കിത് വേണ്ട, എനിക്ക് ഇന്ത്യ വിഷനിൽ തന്നെ നിൽക്കണം, സഹദേവ സാറിനോട് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തിരുവനന്തപുരത്ത് തരണം. അപ്പം അവർ പറഞ്ഞു, അപ്പം എന്നെ എന്തിനാണ് തിരിച്ചു വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാഷ്ട്രദീപിക സിനിമ എന്ന് പറയുന്ന സിനിമാ പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററെ അവർ മാറ്റുകയാണ്. അപ്പോൾ കാരണം അവിടെ എന്തോ VRS എന്തൊക്കെയോ മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ല. അപ്പോൾ അത് കാരണം എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ മാറ്റി പകരം അവിടെ ചെല്ലാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ അറിയണ്ട, അപ്പോൾ നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും മാറേണ്ടവരെ മാറ്റേണ്ടവരെ മാറ്റും, അത് നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് വരാൻ പറ്റുമോ, ഞങ്ങൾക്ക് നിങ്ങൾ വരണമെന്നാണ്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന, മാർക്കറ്റിംഗ് ഹെഡായിരുന്ന ഒരു ശ്രീധർ പൊങ്ങൂർ എന്ന് പറഞ്ഞിട്ടൊരു ആന്ധ്ര സ്വദേശിയുണ്ട്. അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറേ ഈ ഇൻഫോക്കസിൻ്റെ കുറേ പരസ്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം MDയോട് പറഞ്ഞിട്ടാണ് എന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, രാഷ്ട്രദീപികയുടെ സിനിമയുടെ എഡിറ്റർ ആയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാഷ്ട്രദീപിക കോട്ടയത്താണ്, കൊച്ചിയിലാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കൊച്ചിയിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഭാര്യയും കുട്ടിയും ഒക്കെ തിരുവനന്തപുരത്താണ്, അപ്പോൾ എനിക്ക് അമ്മയും തിരുവനന്തപുരത്താണ്, അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവർ പറഞ്ഞു, തിരുവനന്തപുരത്ത് തരാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ കോട്ടയത്ത് തരാം, നിങ്ങൾക്ക് കോട്ടയത്ത് വീടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, കോട്ടയത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പറയാൻ മറുപടി ഇല്ലാതായി. അങ്ങനെ ആണ് ഞാൻ ജോലിക്ക് ചേർന്ന് 16ാം ദിവസം ഇന്ത്യ വിഷൻ വിടുന്നത്. അപ്പോൾ ഞാൻ സഹദേവൻ സാറിനോട് ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, നമ്മുടെ പത്രപ്രവർത്തന രംഗത്തൊരു ഒരു ഒരു കീഴ്വഴക്കം, ഒരു സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പോയാൽ പിന്നെ ഒരു കാരണവശാലും ആ സ്ഥാപനത്തിലേക്ക് തിരിച്ച് ക്ഷണിക്കില്ല. MT വാസുദേവൻ നായരെയൊക്കെ പോലെയുള്ള ആൾക്കാരാണ് മാതൃഭൂമി വിട്ടിട്ട് വീണ്ടും മാതൃഭൂമിയിൽ വർഷങ്ങൾക്ക് ശേഷം എഡിറ്ററായിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അല്ലാതെ മാതൃഭൂമിയിൽ വിട്ടാൽ പിന്നെ മാതൃഭൂമിയിൽ തിരിച്ചെടുക്കില്ല, മനോരമയിൽ വിട്ടാൽ മനോരമയിൽ തിരിച്ചെടുക്കില്ല, അങ്ങനത്തെയൊക്കെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ട് നിങ്ങളെ 16ാം ദിവസം നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തേക്ക് തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നത് ഒരു ബഹുമതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോകണം, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് പറഞ്ഞു, ഒരു സഹായം എനിക്ക് ചെയ്യണം, നിങ്ങൾ അവിടെ ചെന്നാലും 30ാം തീയതിയോ 29ാം തീയതി, ഞാൻ കൃത്യം ഡേറ്റ് ഓർക്കുന്നില്ല, ആ മാസം അവസാനം ആണ് ഇന്ത്യ വിഷൻ്റെ ഉദ്ഘാടനം. അത് 3 ഇടത്ത് നിന്ന് തത്സമയം ആണ് ഉദ്ഘാടന ചടങ്ങുകൾ. കൊച്ചിയിൽ നിന്ന് നികേഷ് നേരിട്ട് ആങ്കർ ചെയ്യും, അതൊരു ലൈവ്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിലും കോഴിക്കോട്ട് ടാഗോർ ഹാളിലും 2 ഇടത്ത് ലൈവ് പരിപാടികൾ. അതിൽ കോഴിക്കോട്ട് സംഗീത പരിപാടിയോ അങ്ങനെ കണ്ടാണ്, തിരുവനന്തപുരത്ത് ഉദ്ഘാടന ചടങ്ങ്. അങ്ങനെ 3 ചടങ്ങുകൾ. അപ്പം അതിൽ തിരുവനന്തപുരത്തെ ചടങ്ങ് ബൈജു ചന്ദ്രൻ എന്ന് പറയുന്ന ദൂരദർശനിലുണ്ടായിരുന്ന ബൈജു ചേട്ടനാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നിങ്ങൾ വരണം, അത് നിങ്ങളിപ്പോൾ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മാനേജ്മെൻറ്റിനോട് പറയണം, ഇതെനിക്ക് ഒരു പേഴ്സണലായിട്ട് വ്യക്തിപരമായ ഒരു സഹായം ചെയ്യണം. ഞാനത് അങ്ങനെ തന്നെ ദീപിക മാനേജ്മെൻറ്റിനോട് പറഞ്ഞു, അവരതിനെ സമ്മതിച്ചു. അങ്ങനെ ഇന്ത്യ വിഷൻ്റെ ലോഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രൊഡക്ഷനിൽ അതിൻ്റെ ആങ്കർ സ്ക്രിപ്റ്റ് അടക്കം ഞാനാണ് എഴുതിയത്.
ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി വേണ്ട ഭേദഗതികൾ ചെയ്തു തന്നത് സാക്ഷാൽ എം ടി വാസുദേവൻ നായർ സാറാണ്. മരിച്ചുപോയ അറ്റ്ലസ് രാമേന്ദ്രൻ സാർ അടക്കമുള്ള ഒത്തിരി പ്രകൃതികൾ അവിടെ ഉണ്ടായിരുന്നു. ബൈജു ചേട്ടൻ്റെ കീഴിൽ ഞാനും ഷൈനിയും കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ദേവി അജിത്തായിരുന്നു ഫീമെയിൽ ആങ്കർ. അങ്ങനെയാണ് അതിൻ്റെ ലോഞ്ച് നടന്നത്. വീണ്ടും തൊട്ടടുത്ത ദിവസം ഞാൻ രാഷ്ട്രദീപിക സിനിമയിലെത്തി. രാഷ്ട്രദീപിക സിനിമയിൽ ഞാൻ 3 വർഷം രാഷ്ട്രദീപിക സിനിമയുടെ പത്രാധിപരായിരുന്നു. ആ സമയത്ത് കുറച്ച് പരിഷ്കാരങ്ങൾ ഈ സിനിമാ പ്രസിദ്ധീകരണ മേഖലയിൽ ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഞാനതിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് സിനിമാ പ്രസിദ്ധീകരണങ്ങളുടെ ഓണപ്പതിപ്പ്. ആ ഓണപ്പതിപ്പ് സാധാരണ കുറേ താരാഭിമുഖങ്ങളും സ്പെഷ്യൽ സ്റ്റോറീസും കൊണ്ട് നിറക്കുകയായിരുന്നു പതിവ്. അതിൽ നിന്ന് വിഭിന്നമായി ചെയ്തിരുന്നത് വെള്ളി നക്ഷത്രം മാത്രമാണ്. പിന്നെ നാനയും. ഈ 2 പ്രസിദ്ധീകരണങ്ങളാണ് എന്തെങ്കിലും പുതുമയായി ചെയ്തുകൊണ്ടിരുന്നത്. മറ്റതെല്ലാം കുറച്ച് പേജുകൾ പരസ്യം കൂടുതൽ കാണും, എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത്. അതിൽ നിന്ന് മാറി ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ മനോരമയുടെ, കേരളകൗമുദിയുടെ, ദേശാഭിമാനിയുടെ, മാധ്യമത്തിൻ്റെയൊക്കെ വാർഷിക പതിപ്പ് അതിറങ്ങുന്നത് ഓണക്കാലത്താണ്. ആ മാതൃഭൂമിയുടെയൊക്കെ വാർഷിക പതിപ്പിൽ അതിലെന്തെങ്കിലുമൊക്കെ പ്രത്യേക സ്റ്റോറികൾ കാണും, അല്ലെങ്കിൽ പ്രത്യേക അഭിമുഖങ്ങൾ കാണും, ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ കാണും, കഥകൾ കാണും. അതുപോലെ സവിശേഷമായിട്ടുള്ളൊരു ഓണപ്പതിപ്പ്, സിനിമ ഓണപ്പതിപ്പ് ഇറക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനത് മാനേജ്മെൻറ്റിനോട് പറയുകയും അത്തരത്തിലൊരു ഓണപ്പതിപ്പ്, ഇപ്പോൾ താരങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക, താരങ്ങളെ കൊണ്ട് വരപ്പിക്കുക, താരങ്ങളെക്കുറിച്ചുള്ള അത്തരം സാധനങ്ങൾ ചെയ്യുക, അങ്ങനൊരു തീമൊക്കെ വെച്ചിട്ട് ഒരു ഓണപ്പതിപ്പ്, അതാണ് അത് ഭയങ്കരമായിട്ട് ക്ലിക്കാവുകയും പരസ്യ മേഖലയിൽ അവർക്ക് വരുമാനം കിട്ടുകയൊക്കെ ചെയ്തു, നല്ല സർക്കുലേഷൻ കിട്ടുകയൊക്കെ ചെയ്തു. ഞാൻ അതിൻ്റെ പത്രാധിപരായിരിക്കുന്ന കാലത്താണ് നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ട മോഹൻലാൽ 25 വയസ്സ് എന്ന് പറയുന്ന മെഗാ ഇവൻറ്റ്, അത് കേരളം കണ്ട ആദ്യത്തെ മെഗാ ഇവൻ്റാണ്. അതിൻ്റെ ഷോ ഡയറക്ടർ ടി.കെ. രാജീവ് കുമാർ ആയിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ്, ആ പരിപാടിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ഈ രാജീവ് കുമാറിനെ സഹായിക്കുകയും ചെയ്തത് അന്തരിച്ച ഗാനരചയിതാവ് ബി.ആർ. പ്രസാദ്, 1 കിളി 2 കിളിയൊക്കെ എഴുതിയ ബി.ആർ. പ്രസാദായിരുന്നു. ബോംബെയിൽ നിന്ന് അനിൽ കപൂർ, ജാക്കി ഷ്രോഫൊക്കെ വന്ന ഒരു വലിയ ഷോ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പിന്നിൽ കുറേ അന്ന് ഈ തിലകൻ പ്രശ്നം പോലെ അന്ന് അമ്മ അന്നത്തെ താരങ്ങൾക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയ, ടെലിവിഷനിൽ ഒത്തിരി പേര്, മുകേഷ്, ജഗദീഷ്, പിന്നെ സുരേഷ് ഗോപിയൊക്കെ ടെലിവിഷനിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നത്തിൻ്റെ പുറത്ത് ടെലിവിഷനും ചാനലുകളും അമ്മയും തമ്മിൽ അടയുകയും താരങ്ങൾക്ക് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാൻ വിലക്ക്, നിശകളിൽ പങ്കെടുക്കാൻ വിലക്കൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഷോ ഒന്ന് നടത്തിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ചുമതലപ്പെടുത്തിയിരുന്ന ആൾക്കാർ, അതിൻ്റെ ആ ഷോയുടെ കൺസെപ്റ്റും എക്സിക്യൂഷനുമൊക്കെ ഒടിയൻ എന്നുള്ള സിനിമയുടെ സംവിധായകനായിട്ടുള്ള ശ്രീകുമാറായിരുന്നു. ശ്രീകുമാറാണ് ആ ആശയം കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അത് നടത്തിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയപ്പോൾ ആ സിനിമ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ എന്നുള്ള രീതിയിലാണ് എന്നെ ഒരു പ്രത്യേക ദൗത്യമായി അതിനകത്ത് ഏൽപ്പിച്ചത്. കുറേയൊക്കെ എനിക്കതിനകത്ത് ചെയ്തെടുക്കാൻ കഴിഞ്ഞു, ചില തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞു, ചില ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞു. ഏതായാലും അത് ഭംഗിയായിട്ട് ആ ഇവൻ്റ് നടന്നു. അന്ന് ആ ഷോയുടെ സമയത്ത് എന്നിൽ നിക്ഷിപ്തമായിരുന്ന അന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടിയെ വേദിയിലെത്തിക്കുക, സുരക്ഷിതനായി തിരിച്ചെത്തിക്കുക. ആ സുരക്ഷിതനായി എന്ന് പറഞ്ഞതിന് ഒരു വലിയ കാര്യമുണ്ട്. കാരണം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രാത്രിയും തീവണ്ടിയിലും ബസ്സിലുമൊക്കെ നിന്നും കിടന്നുമൊക്കെ വന്ന, തീവണ്ടിയുടെ മുകളിൽ കിടന്നുമൊക്കെ വന്ന അത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ആ തിരക്കിനിടയിൽ കൂടി കടവന്ത്രയിൽ നിന്ന് മമ്മൂട്ടി അവിടെ എത്തിക്കുക, തിരിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കാലഘട്ടത്തിലാണ് കന്യകയിൽ നിന്ന്, കന്യക എന്ന് പറയുന്നത് മംഗളത്തിൻ്റെ വനിതാ പ്രസിദ്ധീകരണമായിരുന്നു. അപ്പോൾ കന്യകയുടെ എഡിറ്റർ, അന്നത്തെ എഡിറ്റർ, അദ്ദേഹം പോകുന്നു. അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിലെ ഓഫീസ് സ്റ്റാഫായിരുന്നു. അപ്പോൾ അദ്ദേഹം ലീവിൽ വന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലീവ് തീരുന്നു, അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പകരം ഒരാളെ അന്വേഷിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ചു കാലം മുൻപ് തന്നെ അതിനൊരു അവസരം എന്നെ തേടിയെത്തിയിരുന്നു. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നീട് ജന്മഭൂമിയുടെ എഡിറ്ററൊക്കെ ആയിട്ടുള്ള ഒരു രാമചന്ദ്രനുണ്ട്. അദ്ദേഹം ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തനായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധവുമാണ്. അപ്പോൾ അദ്ദേഹം മനോരമ വിട്ടതിന് ശേഷം, മനോരമ കഴിഞ്ഞ് വീക്കിൻ്റെ പത്രാധിപരായിരുന്നു.
അദ്ദേഹം വീക്കിൻ്റെ സഹപത്രാധിപരായിരുന്നു, കോപ്പി എഡിറ്ററായിരുന്നു. അദ്ദേഹം മനോരമ വിട്ട് മംഗളത്തിൻ്റെ ന്യൂസ് എഡിറ്റർ ആയിരിക്കുന്ന കാലത്താണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം കാണാൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കന്യകയിലേക്ക് ശരി എന്നാൽ നോക്കാം എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. കന്യക ഞാനവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ മൊത്തം 2 ടേമിലായിട്ടാണ് കന്യകയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആദ്യം 3 വർഷം, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമൃത TV വന്നു. പിന്നെ വീണ്ടും അതും ഒരു വ്യക്തിപരമായ ഒരു ആവശ്യത്തിനായിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ എന്നോടൊപ്പമായി ഈ വീട്ടിലായി. അപ്പോൾ അച്ഛനെ നോക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അമ്മ മരിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിൽക്കേണ്ടി വന്നു. കാരണം ഞാൻ കോട്ടയത്തായിരുന്നല്ലോ. അപ്പോൾ കോട്ടയം വിട്ട് എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം എന്നുള്ളൊരു അത്യാവശ്യത്തിൻ്റെ പുറത്താണ് എനിക്ക് അമൃത TV വരേണ്ടി വന്നത്. അതും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. ഞാൻ കന്യകയുടെ എഡിറ്ററായിരുന്ന സമയത്ത് MC വർഗീസ് സാറ്, ഒരു യുഗ പ്രഭാവൻ എന്ന് ഞാൻ പറയും, യുഗപുരുഷൻ എന്ന് ഞാൻ പറയും, മലയാള പത്ര ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു പത്രാധിപർ, ഒരു പത്ര ഉടമ, ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതി. അദ്ദേഹം മരിച്ച ദിവസം, മരിച്ച ദിവസമല്ല, അദ്ദേഹം മരിച്ച് സംസ്കരിക്കുന്ന ദിവസം, ഞാൻ സംസ്കാരത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നേരത്തെ 2 ദിവസം മുമ്പ് ഓൺലൈനിൽ അപേക്ഷിച്ചിരുന്നു. അതിൻ്റെ ആ അപേക്ഷ അനുസരിച്ചിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ലിഫ്റ്റിലാണ്, ഞാൻ ഈ വിലാപയാത്രയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് വിളി വരുന്നത്. അപ്പോൾ അറിഞ്ഞുകൂടാത്ത നമ്പറിൽ നിന്ന് ഒന്ന് എടുത്തു, അതിൻ്റെ HR മാനേജറാണ്. അപ്പോൾ ഞാൻ ഈ സംസ്കാരം കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം എന്ന് പറയുകയായിരുന്നു. അത് ഇത്ര വ്യക്തമായിട്ട് ഓർക്കുന്നത് അങ്ങനൊരു കോയിൻസിഡൻസ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ കന്യകയിലേക്ക് ഞാൻ ആദ്യത്തെ ടേം വരുന്നത് ഇതുപോലെ രാമേന്ദ്രൻ വിളിക്കുന്നത്, ഞാൻ കന്യകയിലേക്ക് വരുന്നു. കന്യകയിൽ വന്നു കഴിഞ്ഞിട്ടും എൻ്റെ ഒരു ശ്രമം, അന്നത്തെ കന്യക വനിത പോലെ, കാരണം മംഗളം എന്നുള്ള പ്രസിദ്ധീകരണം പോലും എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. മനോരമ നോക്കികളായിട്ടാണ് മംഗളത്തിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈവൻ അതിൻ്റെ പേര് പോലും മാസ്റ്റ് ഹെഡ് എന്ന് ഞങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ബാനർ എന്ന് ഞങ്ങൾ പറയുന്ന, നെയിം പ്ലേറ്റ് എന്ന് ഞങ്ങൾ പറയുന്ന അതിൻ്റെ ശീർഷക രൂപകൽപ്പന പോലും വനിത പോലെയായിരുന്നു. 3 രീതിയിൽ കിരീടമൊക്കെ എഴുതുന്നത് പോലെ 3 വരയിൽ വനിത എഴുതിയിരിക്കുന്ന പോലെ കന്യക എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നെ മാറ്റണം. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, യേശുദാസിന് സമം, യേശുദാസ് പാടുന്ന പോലെ പാടാൻ യേശുദാസുണ്ട്, പിന്നെ അതുപോലെ പാടാൻ ഒരാൾ വേണ്ട. പിന്നെ നമുക്ക് യേശുദാസ് പാടാത്തതുപോലെ പാടാൻ ഒരു ഗായകൻ വന്നാൽ മാത്രമാണ് അയാളെ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വനിതയുടെ ഹാങ് ഓവർ മാറ്റിക്കൊണ്ട് വേണം നമുക്കൊരു പ്രസിദ്ധീകരണം ഇറക്കാൻ. എങ്കിലേ ആ പ്രസിദ്ധീകരണത്തിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുകയും ഒരു വ്യക്തിത്വം ഉണ്ടാവുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് മാനേജ്മെൻറ്റിൻ്റെ, അപ്പം ബിജു വർഗീസ് എന്ന് പറഞ്ഞ MC വർഗീസ് സാറിൻ്റെ ഏറ്റവും ഇളയ മകൻ ബിജു വർഗീസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ടോഷ്മ ബിജു വർഗീസ് ആയിരുന്നു അതിൻ്റെ ഡെപ്യൂട്ടി മാനേജിങ് എഡിറ്റർ. ബിജു വർഗീസിൻ്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിലായിരുന്നു കന്യക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ആദ്യം ഇത് അടിമുടി ഉടച്ചു വാർക്കണം, ഇതിൻ്റെ രൂപവും ഭാവവും നമുക്ക് മാറ്റണം. അങ്ങനെ അവർ സമ്മതം തന്നു. അങ്ങനെ ബോംബെയിലെ IIT നമ്മുടെ രൂപയുടെ ചിഹ്നമൊക്കെ ഡിസൈൻ ചെയ്ത സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ബോംബെ IIT. ആ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദൂരദർശനിൽ പണ്ട് ഗ്രാഫിക് ആർട്ടിസ്റ്റ് ആയിരുന്ന, അന്തരിച്ചു പോയ കള്ളിച്ചെല്ലമ്മയൊക്കെ എഴുതിയ G. വിവേകാനന്ദൻ എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഡോക്ടർ ഹരിപ്രസാദ്, അദ്ദേഹം നടനായിരുന്നു, ടെലിവിഷൻ നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ ഡോക്ടർ ശ്രീകുമാർ ആണ് വന്ന് കന്യക മുഴുവനും റീഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത ആദ്യത്തെ ഓണപ്പതിപ്പ് തന്നെ പുതിയ ഡിസൈനിൽ ഇറക്കാൻ കഴിഞ്ഞു. അത് മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഡിസൈൻ സ്വീകരിച്ചു. ഞാൻ വരുത്തിയ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ, അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ വനിതയുടെ പിന്നിൽ പോകാതെ ചെറിയ തോതിലെങ്കിലും മുന്നിൽ പോകാൻ പറ്റുമോ എന്നുള്ള ചില സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പം വളരെ പരിമിതികളുണ്ട്. കാരണം നമ്മൾ ബെൻസിനോട് ഒരു ഓട്ടോറിക്ഷ മത്സരിക്കുന്നത് പോലെയാണ്. അപ്പോൾ കാരണം അന്നും മനോരമയുടെ ഈ വനിതയുടെ എന്താണ് ഒരു 10-1 ഉള്ളൂ കന്യക. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കുന്ന രീതിയിൽ പലപ്പോഴും പല വനിതയിൽ നിന്ന് പോലും നല്ല അഭിപ്രായം കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കവർ സ്റ്റോറികളും ഉള്ളടക്കങ്ങളും ചില ഈവൻറ്റുകളും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. മലയാളത്തിൽ ഒരു പക്ഷേ യുവ താരങ്ങളെ മാത്രം അണിനിരത്തി പൃഥ്വിരാജ് മുതൽ താഴോട്ടുള്ള അന്നത്തെ പുതുമുഖമായിരുന്ന ജോജു ജോർജ് വരെയുള്ള താരങ്ങളെ, സ്ത്രീകളിലും അതുപോലെ തന്നെ സംവൃത സുനിൽ അടക്കമുള്ള ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് ഒരു യൂത്ത് ഐക്കൺ ഫിലിം അവാർഡ്
അത് കന്യകയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ നടത്തിയതാണ്. അങ്ങനൊരു അവാർഡ് എൻ്റെ അറിവിൽ അതിന് മുൻപോ പിൻപോ നടത്തിയിട്ടില്ല. സീനിയർ താരങ്ങൾ ആരുമില്ല. സീനിയർ താരങ്ങൾ അതിൽ അവാർഡ് കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിജയ് ബാബു ക്ഷണിച്ചിട്ട് വിജയ് ബാബുവിനോടൊപ്പം, അന്ന് വിജയ് ബാബുവിൻ്റെ ചാനൽ, വിജയ് ബാബു സൂര്യ ടി വിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വിജയ് ബാബുവിൻ്റെ സൂര്യ ടി വിയിൽ കോടീശ്വരൻ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ എന്നുള്ള രീതിയിൽ ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ ഈ ചടങ്ങിന് അതിഥിയായിട്ട് വന്ന വിജയ് ബാബുവിനോടൊപ്പം വന്നതാണ് മുകേഷ്. അങ്ങനെ മുകേഷിനെ കൊണ്ട് നമ്മൾ 2 അവാർഡ് കൊടുപ്പിച്ചു. അങ്ങനെ വന്നതല്ലാതെ ഒരു സീനിയർ നടൻ പോലും അല്ലെങ്കിൽ നടി പോലും ഇല്ലാതെ പുതുതലമുറ ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട്, അതിൽ എൻ്റെ അറിവിൽ പങ്കെടുക്കാതെ പോയ ഒരേ ഒരു അന്നത്തെ കാലത്തെ യുവനടൻ ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിനെ ഞങ്ങൾക്ക് അന്നും ഇന്നും ഫഹദ് ഫാസിലിനെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ, ആൾക്കാർക്കൊന്ന് എത്തിപ്പറ്റാൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഫഹദ് ഫാസിലിനെ സഹിക്കാൻ കഴിയാത്തത്. പക്ഷെ ബാക്കി എല്ലാവർക്കും, അതിൽ തന്നെ അനൂപ് മേനോന്, ഇന്ദ്രജിത്ത്, ജോജു ജോർജ്, ഇവരൊക്കെ ആ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ആദ്യത്തെ പുരസ്കാരമാണ്. അതിനുശേഷം അവരൊക്കെ എത്രയോ പുരസ്കാരങ്ങൾ നേടി. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ പുരസ്കാരമാണ് ഈ കന്യക യൂത്ത് ഐക്കൺ അവാർഡ്. അങ്ങനെ ഒരു അവാർഡ് നൈറ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. കുറേ അങ്ങനത്തെ കുറേ പരിപാടികൾ മോഹൻലാലിനെ വെച്ചിട്ടൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനത്തെ കുറേ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടാവുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ മനോരമയിലിരിക്കുന്ന കാലത്ത് തന്നെ ഒരു ചെറിയ ചലച്ചിത്ര പുസ്തകം എഴുതി. എൻ്റെ പലപ്പോഴായിട്ട് എഴുതിയ കുറച്ച് ഗൗരവമുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊരു ഗൗരവമില്ല, അതിന് അക്കാഡമിക ആയിട്ടുള്ള യാതൊരു നിലവാരവും ഇല്ല എന്ന് ഞാൻ നിസ്സംശയം പറയും. ആ പുസ്തകം നിറഭേദങ്ങളിൽ സ്വപ്നം നെയ്യുന്നവർ എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകം അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് കോട്ടയത്തെ പ്രസ് ക്ലബ്ബിൽ വന്ന് പ്രകാശനം ചെയ്യുന്നത്. ഗുരുതുല്യരായിട്ടുള്ള MF തോമസ് സാറൊക്കെ അന്ന് അതിൻ്റെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി എന്തെങ്കിലും എഴുതണമെങ്കിൽ വളരെ ഗൗരവത്തോടെ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ഈ പത്രപ്രവർത്തകനാകണമെന്ന് ആഗ്രഹിച്ചതുപോലെ, 4ാം ക്ലാസ് മുതൽ ആഗ്രഹിച്ചതുപോലെ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാന അവാർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സംസ്ഥാന അവാർഡിൻ്റെ ഒരു വെങ്കല ശില്പമുണ്ട്, ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ളൊരു ശില്പമുണ്ട്. ഈ ഒരു ശില്പം ഒരെണ്ണമെങ്കിലും എഴുത്തിന് ഞാൻ സിനിമ എഴുത്തിനല്ല, സിനിമയെക്കുറിച്ചുള്ള നിരൂപണ എഴുത്തിന്, അത് ലേഖനത്തിനാവാം അല്ലെങ്കിൽ പുസ്തകത്തിനാവാം, ഒരെണ്ണം എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. അതിനു വേണ്ടി ഉള്ള ഒരു ശ്രമം അത് എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ കിടന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ അമൃത ടി വിയിൽ ഞാൻ അഭിമുഖത്തിന് പോയി. എനിക്ക് അമൃത ടി വിയിൽ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല. ശ്യാമപ്രസാദിനെ ഞാൻ ഈ ഹൈദരാബാദിലെ IFFI റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നപ്പോൾ ശ്യാമപ്രസാദിൻ്റെ ആദ്യത്തെ എന്ന് പറയാമെന്നറിയില്ല, 2ാമത്തെ സിനിമ, അതായത് അഗ്നിസാക്ഷി, അത് പനോരമയിലുണ്ട്. അങ്ങനെ അവിടെ വന്നപ്പോൾ ശ്യാമപ്രസാദിനെ ഞാൻ അത്യാവശ്യം നന്നായി തന്നെ പത്രത്തിൽ എഴുതി ആ സിനിമയെക്കുറിച്ചും. ആ ഒരു പരിചയം ഉണ്ടായിരുന്നു. വേറെ ആരെയും എനിക്ക് അമൃതയിൽ പരിചയമില്ല. പക്ഷേ അഭിമുഖം നടത്തി എനിക്ക് കിട്ടി. ഞാനവിടെ സീനിയർ ന്യൂസ് എഡിറ്റർ ഔട്ട്പുട്ട്, അതായത് സ്ക്രീനിൽ നിങ്ങൾ എന്ത് കാണുമോ അതിൻ്റെ എല്ലാം ചുമതലയുള്ള, ഡെസ്കിൻ്റെ പരിപൂർണ്ണ ചുമതലയുള്ള, ഇൻഡിപെൻഡൻറ്റ് ചുമതലയുള്ള സീനിയർ ന്യൂസ് എഡിറ്ററായിട്ട് നീലൻ സാറായിരുന്നു എക്സിക്യൂട്ടീവ് എഡിറ്റർ. നീലൻ സാറിൻ്റെ കീഴിൽ ഡെസ്കിൻ്റെ സ്വതന്ത്ര ചുമതലക്കാരനായിട്ട് ഞാനവിടെ ചേരുന്നു. അവിടെ ഇരിക്കുകയാണ് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്ന ചലച്ചിത്ര പുസ്തകം എന്നുള്ള ആശയം ഞാൻ വീണ്ടും എടുക്കുന്നത്. ഇതിനിടയിൽ ഞാൻ ഈ വെബ് ലോകത്തിലുണ്ടായിരുന്ന കാലത്ത് സിനിമ പത്രപ്രവർത്തനമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, സിനിമ വ്യവസായമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്, ഞാൻ വെബ് ലോകത്തിലുണ്ടായിരുന്ന സമയത്ത് IFFK സ്ഥിരമായി പോകുമായിരുന്നു. മനോരമയിൽ വെച്ചിട്ടും സ്ഥിരമായി പോകുമായിരുന്നു. റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, സിനിമ കാണാൻ അതിൽ ഡെലിഗേറ്റ് ആയിട്ട് പോകുമായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് വെബ് ലോകത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് എൻ്റെ മനോരമയിലെ മുതിർന്ന സഹപ്രവർത്തകനായിരുന്ന ജ്യേഷ്ഠതുല്യനായിട്ടുള്ള KV മോഹൻകുമാർ, പിന്നീട് വയലാർ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള KV മോഹൻകുമാർ, അദ്ദേഹം IAS നേടിയിട്ടാണ് സർക്കാർ സർവീസിലേക്ക് വരുന്നത് പത്രപ്രവർത്തനത്തിൽ നിന്ന്. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിയും അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ചെയർമാനുമായിരിക്കുന്ന കാലത്ത് നടന്ന IFFK മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി, മീഡിയയുടെ പാസ് കൊടുക്കലും മീഡിയയ്ക്കുള്ള റിലീസുകൾ കൊടുക്കലും ഒക്കെ മീഡിയയുടെ സ്വതന്ത്ര ചുമതലക്കാരനായിട്ട് മീഡിയ ലെയ്സൺ ഓഫീസർ എന്ന് പറയുന്നൊരു തസ്തിക ഉണ്ടാക്കി, ടെമ്പററി, ആ ഫെസ്റ്റിവൽ തീരുന്നത് വരെ മാത്രം 3 മാസക്കാലത്തേക്ക്
ഒരു പ്രതിഫലത്തിന് എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ വെബ് ലോകത്തിൻ്റെ ശാസ്താമംഗലത്തെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ആ ജോലി ചെയ്തത്. പാസ് വാങ്ങാനായിട്ട് ചലച്ചിത്ര അക്കാദമിയിൽ നടത്തുന്ന IFFKയുടെ മീഡിയ പാസ് വാങ്ങാനായിട്ട് വെബ് ലോകത്തിൻ്റെ ഓഫീസിൽ വന്നാണ് പത്രപ്രവർത്തകർ പാസ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനതിനെ മുഴുവൻ വ്യവസ്ഥ ചെയ്യുകയും അതിന് കൃത്യമായ ഒരു നിയമാവലിയും ഒരു ചട്ടക്കൂടും ഉണ്ടാക്കുകയും ഓൺലൈനിൽ ഇമെയിൽ ചെയ്യുന്ന രീതിയിൽ ഓൺലൈനിൽ വാർത്തകളും വിശദാംശങ്ങളും ചിത്രങ്ങളും കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പാസുകളുടെ വിതരണത്തിനൊരു ക്രമം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഡിജിറ്റൽ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന ഒരു രീതിയിൽ മീഡിയ എന്നുള്ള മീഡിയ വിഭാഗത്തെ, IFFKയുടെ മീഡിയ വിഭാഗത്തെ അങ്ങനെ ഒന്ന് ഉടച്ച് വാർത്ത ഒരവസരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ട് മുൻപത്തെ വർഷത്തിൽ മീര സാഹിബ് സാറ് അക്കാഡമി വൈസ് ചെയർമാൻ ആയിരുന്ന കാലത്ത് എന്നെ ആ വർഷത്തെ ഷാജി എൻ കരുൺ ചെയർമാനായിരുന്ന വർഷത്തെ ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പത്രാധിപരായി തിരഞ്ഞെടുത്തു. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പരിചയവും എനിക്ക് അക്കാഡമി പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ആ പ്രവർത്തനം തന്നെയായിരുന്നു പിന്നീട് മീഡിയ ലൈസൺ ഓഫീസറായിട്ടും വരാനിടയാക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവർത്തനം ചെയ്തിരുന്ന ഒരു പരിചയം ഒക്കെ വെച്ചുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി അക്കാഡമിക്കായിട്ട് സിനിമയെ സമീപിക്കാനും അതിൻ്റെ തുടർച്ചയായിട്ട് അക്കാഡമി ആദ്യമായിട്ട് അനൗപചാരിക ചലച്ചിത്ര ഗവേഷണത്തിന് ഫെലോഷിപ്പ് ഏർപ്പെടുത്തി. 5 പേർക്ക് ഫെലോഷിപ്പ് കിട്ടും. 30,000 രൂപയുടെ ഫെലോഷിപ്പ്, അതോ 20,000 രൂപയുടെ ഫെലോഷിപ്പ്, അങ്ങനെയുള്ളൊരു ഫെലോഷിപ്പ് ഏർപ്പെടുത്തി. അത് കിട്ടിയ 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അതിന് ഞാൻ കൊടുത്തിരുന്ന വിഷയം സിനിമയിലെ സ്ഥലകാലങ്ങൾ എന്നുള്ള വിഷയമായിരുന്നു. ബോധതീരങ്ങളിൽ കാലം പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം. അങ്ങനെ ആയിരുന്നില്ല എൻ്റെ പേര്, മലയാള സിനിമയിലെ സ്ഥലകാലങ്ങൾ എന്നായിരുന്നു എൻ്റെ. അത് എന്നെ തിരഞ്ഞെടുക്കുകയും ഞാനതിന് എൻ്റെ ഗവേഷണ ഗൈഡായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ശ്രീവരാഹം ബാലകൃഷ്ണൻ സാറിനെയായിരുന്നു. പക്ഷേ ആ കാലത്ത് മന്ത്രി G. കാർത്തികേയനും, അദ്ദേഹം എൻ്റെ ഒരു വലിയ അടുത്ത ഒരു ബന്ധു തന്നെയാണ്, അദ്ദേഹവും അടൂർ ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് ചില ചലച്ചിത്ര ബാഹ്യമായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായി. പരസ്പരം ചെളിവാരി എറിഞ്ഞ് അവസാനം അത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ രാജിയിൽ കലാശിച്ചു, മോഹൻകുമാറിൻ്റെ രാജിയിൽ കലാശിച്ചു. അങ്ങനെയൊക്കെ പോയപ്പോൾ ഞാൻ ആ ആരോപണങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അന്ന് അവാർഡ് നേടിയ ഡോക്ടർ CS വെങ്കടേശ്വരൻ, KC മധുകുമാർ, ശ്രീകുമാർ, പിന്നെ അങ്ങനെ മാങ്ങാട് രത്നാരൻ, അങ്ങനെ 5 പേർക്കായിരുന്നു ഈ അവാർഡ് ഈ ഫെലോഷിപ്പ് കിട്ടിയത്. ഞങ്ങൾ ഈ 5 പേരും അടൂർ ഗോപാലകൃഷ്ണൻ്റെ പിണിയാളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആരോപണം വന്നപ്പോൾ ഞങ്ങളിൽ 2 പേരൊഴിച്ച് ബാക്കി 3 പേരും ആ ഗവേഷണ പ്രബന്ധം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനുശേഷം സാറ് രാജിവെച്ചതിന് ശേഷം ടി കെ രാജീവ്കുമാറിൻ്റെ പഴയ സുഹൃത്താണ്. കാരണം ഞങ്ങൾ ഈ മോഹൻലാൽ ഈവൻറ്റ് മുതൽ സഹകരിച്ച് പോരുന്നതാണ്. അപ്പം രാജീവ് തന്നെ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് സമയം കൂടുതൽ അനുവദിച്ചു തരാം, നിങ്ങൾ ആ ഗവേഷണം പൂർത്തിയാക്കണമെന്ന് വ്യക്തിപരമായി പറഞ്ഞിട്ടും ഞാനത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആ ഫെലോഷിപ്പ് ഞാൻ പൂർത്തിയാക്കിയില്ല. അത് ഇങ്ങനെ എൻ്റെ ഫയലിൽ തന്നെ ആ വിഷയം ഇരുന്നു. അത് പിന്നീട് അമൃതയിലുണ്ടായിരുന്ന കാലത്ത് ഞാനത് പൊടിതട്ടിയെടുക്കുകയും ഏതാണ്ട് 7 വർഷത്തോളം അതിനുവേണ്ടി ഗവേഷണം നടത്തുകയും അതിൻ്റെ നോട്ടുകൾ എഴുതിയെടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഓരോരോ എക്സേർപ്സുകൾ എടുക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും സിനിമകൾ കാണുകയും ഒക്കെ ചെയ്ത്. പക്ഷേ ഈ മാധ്യമങ്ങൾ മാറിയും 7 വർഷം കൊണ്ട് അത് സിനിമ എന്നുള്ള ഒരു പരിമിതിയിൽ നിന്ന് മാറി ടെലിവിഷൻ, റേഡിയോ, ഇതിലെല്ലാം സ്ഥലകാലങ്ങൾ എന്നുള്ളൊരു മാധ്യമത്തിലെ സ്ഥലകാലങ്ങൾ എന്നുള്ള കുറച്ചുകൂടി വിശാലമായൊരു രീതിയിലേക്ക് ആ വിഷയം വളർന്നു. അത് എനിക്ക് കമ്പ്യൂട്ടറിൽ അപ്പോൾ അടിച്ചിട്ടിട്ട് ഏതാണ്ട് 700 പേജോളം ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തച്ചിനിരുന്നിട്ട് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വളരെ കർക്കശം, നിഷ്ക്രൂരം അല്ലെങ്കിൽ നിഷ്കരുണം അതിനെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് 74 പേജിലോട്ട് 78 പേജിലേക്ക് ചുരുക്കുകയും നല്ല കാച്ചിക്കുറുക്കി ഇറക്കുകയും ചെയ്ത്. അത് ആയിരുന്നു എൻ്റെ അന്ന്. അത് മരിച്ചുപോയ രാജേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ റെയിൻബോ ബുക്സ് ചെങ്ങന്നൂർ, അവരാണത് പുറത്തിറക്കി.